ചേട്ടാ, കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടിയുടെ നേതാവായ അസുദ്ദീൻ ഒവൈസി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുദ്രാവാക്യം പോലെ എന്തൊക്കെയോ പറയുന്നു, പിന്നെ അത് വിവാദമായെന്ന് കേൾക്കുന്നു. മുദ്രാവാക്യമല്ല പറഞ്ഞത്. എന്തായാലും പറഞ്ഞത് ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ, ഇത്രയും പറഞ്ഞു. പിന്നീട് തക്ബീർ വിളിച്ചു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ തൊട്ടു പിന്നാലെ വന്നത് ഗസിയാബാദിലെ BJP MP ആയ അതുൽ ഗാർഗാണ്. അതുൽ ഗാർഗും വിട്ടുകൊടുത്തില്ല. അദ്ദേഹം ശ്യാമപ്രസാദ് മുഖർജി സിന്ദാബാദ് പറഞ്ഞു, ദീൻ ദയാൽ ഉപാധ്യായ ജി സിന്ദാബാദ് പറഞ്ഞു, അടൽ ബിഹാരി വാജ്പേയി സിന്ദാബാദ് പറഞ്ഞു, നരേന്ദ്രമോദി സിന്ദാബാദ് പറഞ്ഞു. ഭയങ്കര ബഹളം ഉണ്ടായി. അപ്പോൾ ഡയസിൽ നിന്ന് പോയ പുള്ളി തിരിച്ചു വന്നിട്ട് RSS സ്ഥാപകനായ ഹെഡ്ഗേവാർ സിന്ദാബാദ് എന്നിവിടെ വിളിച്ചു. അപ്പോൾ ഇതും ശരിക്കും ഒരു പാർലമെൻറ്റിലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണല്ലോ പാർലമെൻറ്റ്. അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കാമോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ സുരേഷ് ഗോപി ആണെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അദ്ദേഹം അത് മുദ്രാവാക്യം പോലെയല്ല, ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മന്ത്രിച്ചിട്ടാണ് കയറി. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തതിന് മുമ്പ് വിളിക്കുക. അത് ഈ കാറ്റഗറി വരുന്നില്ല. അപ്പോൾ ജയ് ഹിന്ദു രാഷ്ട്ര എന്നൊരു മുദ്രാവാക്യം അതിനുശേഷം വന്നു. ഏതായാലും ഒവൈസി ഇങ്ങനെ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലൊരു കാര്യം പറയാം, തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഈ ജയ് ഭീം, ജയ് മീം എന്ന് അദ്ദേഹം പറഞ്ഞു. ജയ് തെലങ്കാന പറഞ്ഞാൽ അറിയാം, അത് അതിൻ്റെ സ്റ്റേറ്റാണ്. ജയ് പലസ്തീൻ പറഞ്ഞാലും നമുക്കറിയാം, പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു വിദേശ രാജ്യം ജയിക്കട്ടെ എന്നാണ്. പക്ഷേ എന്താണ് ജയ് ഭീം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജയ് മീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യമേ നമുക്ക് ജയ് മീം നമുക്ക് എന്താണെന്ന് നോക്കാം. ജയ് ഭീം എന്നുള്ളത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ ജയ് മീം അങ്ങനെ അധികം കേട്ടിട്ടില്ല. അതായത് മുസ്ലിമുകളിൽ 246 കമ്മ്യൂണിറ്റികളുണ്ടെന്നാണ് പറയുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒന്നല്ല, നമ്മൾ ഷിയ സുന്നിയൊക്കെയാണ് പരമാവധി കേട്ടിട്ടുള്ളത്. പക്ഷേ വിവിധ വിഭാഗങ്ങളിലുള്ള 246 കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ ഗോത്രങ്ങൾ മുസ്ലിം സമുദായത്തിലുണ്ട്. നമ്മൾ ഹിന്ദുക്കളിൽ ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറയുന്നത് പോലെ വേണമെങ്കിൽ ഇവരെ അഷ്റഫ് എന്ന് പറയാം. ഒന്ന് ഹൈ ക്ലാസ് മുസ്ലിങ്ങളാണ് അഷ്റഫ്. അത് കഴിഞ്ഞുള്ളത് അജ്ലഫാണ്. അജ്ലഫ് എന്ന് പറഞ്ഞാൽ OBC ആണ്. അർസൽ എന്ന് പറഞ്ഞാൽ ദളിത് ആണ്, അസ്പൃശ്യർ, തൊട്ടുകൂടായ്മയുള്ളവരൊക്കെയാണ്. അപ്പോൾ മുസ്ലിങ്ങളിലും നമ്മൾ ഹിന്ദുക്കളിലെ പോലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നൊക്കെ പറയുന്ന പോലെ അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഉന്നതജാതികൾ, അജ്ലഫ് എന്ന് പറഞ്ഞാൽ OBCയുടെ സ്റ്റാറ്റസിലുള്ളവർ, അർസൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ. ജാതി വിവേചനമുണ്ട്. ഇതിൽ ഈ ഹൈ ക്ലാസ് ആയിട്ടുള്ള അഷ്റഫുകളെ മാറ്റി നിർത്തിയാൽ അജ്ലഫ്, അർസൽ ഇവരാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷം. 4/3 വിഭാഗവും അവരാണ്. അപ്പോൾ അഷ്റഫ് എന്ന് പറയുന്ന ഹൈ ക്ലാസ് മുസ്ലിങ്ങൾ 1% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം അജ്ലഫും അർസലും ചേർന്നതാണ്. ഇവരെയാണ് പസമുണ്ട മുസ്ലിമുകൾ എന്ന് പറയും. മഹാഭൂരിപക്ഷം വരുന്ന ദളിതരും OBC വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ പസമുണ്ട മുസ്ലിമുകൾ എന്നാണ് പറയുന്നത്. ഈ പസമുണ്ട അല്ലെങ്കിൽ പസമുണ്ട എന്ന് പറയുന്ന ഈ വിഭാഗത്തിനെയാണ് ഭീം എന്ന് പറയുന്നത്. മീം എന്ന് പറയുന്നത്. അപ്പോൾ ജയ് ഭീം, ജയ് മീം എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക സ്റ്റാറ്റസ് ഉള്ള മുസ്ലിങ്ങളെ മീമെന്നും, ഭീം എന്ന് പറയുന്ന ഈ ദളിത് വിഭാഗങ്ങളെയാണ്. ഭീം എന്നുള്ള പേരെങ്ങനെ വന്നു ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ബാബാ സാഹേബ് ഭീംറാവു റാംജി അംബേദ്കർ പേരെങ്ങനെയാണല്ലോ, അതിൽ ഭീം എടുക്കുകയാണ്. ഭീം എടുത്തിട്ട് അംബേദ്കർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഭീം എന്നുള്ള വിളി ജയ് ഭീം പ്രചാരത്തിലുണ്ടായിരുന്നു. അതായത് ദളിതർ തമ്മിൽ കാണുമ്പോൾ റാം നോർത്ത് ഇന്ത്യയിൽ പറയാറുണ്ട് ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ നമസ്തേ പറയും. ഇതിനൊക്കെ പകരം ജയ് ഭീം എന്ന് പറഞ്ഞ് പരസ്പരം അഭിവാദ്യം ചെയ്യണം എന്നൊരു സിസ്റ്റം പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ ദളിത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിൽ കൊണ്ടുവന്നു. അംബേദ്കർ ഇരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്നതാണ്. അതായത് ഇത് രാമചന്ദ്ര ക്ഷീരസാഗര എഴുതിയിട്ടുള്ള ദളിത് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ലീഡേഴ്സ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ജയ് ഭീം എന്നുള്ള പ്രയോഗം ആദ്യം നടത്തിയത് ബാബു ഹർദാസ് എന്ന് പറയുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം 1935 ബാബു ഹർദാസ് ഈ ജയ് ഭീം എന്നുള്ള മുദ്രാവാക്യം രൂപകൽപ്പന ചെയ്തത്. പിന്നീട് അത് ഈ ദളിത് വിഭാഗങ്ങളെ ഏറ്റെടുക്കുകയും അത് ബാബാ അംബേദ്കറെ ഉദ്ദേശിച്ച് എന്ന തരത്തിൽ ഒരു അഭിവാദ്യ രീതിയിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ജയ് ഭീം എന്ന് പറഞ്ഞാൽ
ഇന്ത്യയിലെ ദളിതുകളെയാണ് വിഭാവനം ചെയ്യുന്നത്. ജയ് മീം എന്ന് പറഞ്ഞ മുസ്ലിംസിനെയാണ് മഹാഭൂരിപക്ഷം വരുന്ന OBC ദളിത് മുസ്ലിങ്ങൾ വരുന്ന പസമന്ത വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളെയാണ് പ്രതിദാനം ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ നോക്കൂ, ഈ കുറേ കാലമായി ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം സംഘടിത ശക്തികൾ ആവശ്യപ്പെടുന്നത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ദളിതർ ഇല്ലാത്തവരാണ്, ദളിതർ ഹിന്ദുക്കളല്ല. അതുകൊണ്ട് ദളിതുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ഐക്യം രൂപപ്പെട്ടു വരണം. കേരളത്തിൽ ഇപ്പോൾ മാധ്യമം, പത്രം അല്ലെങ്കിൽ മീഡിയ വണ്ണൊക്കെ ഇതിൻ്റെ പ്രചാരകരാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമാണ്. പക്ഷേ ഈ വാദം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ തന്നെയാണ്, ജാതീയമായ വിവേചനം ഞങ്ങളോടുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ അകത്ത് നിന്ന് പോരുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളല്ല. അപ്പം ദളിതുകളെയൊക്കെ ഹിന്ദു മതത്തിൽ നിന്ന് അന്യവൽക്കരിച്ച് മുസ്ലിം സത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വ്യാപകമായി നോർത്ത് ഇന്ത്യയിൽ ഫണ്ടമെൻ്റലിസ്റ്റുകൾ, ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഭീം പ്ലസ് മീം കൂട്ടിക്കെട്ടുന്നത്. അപ്പോൾ ഒവൈസി വെറുതെയല്ല ജയ് ഭീം ജയ് മീം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദളിതുകളെ കൂട്ടിയിട്ട് അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുക. അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് സംഘടിതമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട്, SDPI ഏതെടുത്ത് നോക്കൂ, ജമാഅത്തെ ഇസ്ലാം ഇവരൊക്കെ ദളിതുകൾക്ക് വേണ്ടി വാദിക്കുന്നത് ദളിതുകൾ ഹിന്ദുക്കളുടെ ഭാഗമല്ല എന്ന് വാദിക്കാനാണ്. ഇത് തള്ളിക്കളഞ്ഞ് കേരളത്തിൽ അയ്യങ്കാളിയെ വിളിച്ചിട്ട് ഹിന്ദുമതം വിട്ടുപോകാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അയ്യങ്കാളി സമ്മതിച്ചില്ല. അയ്യങ്കാളി ഹിന്ദുവായി തന്നെ നിന്ന് ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടുകയാണ് അയ്യങ്കാളി ചെയ്തത്. അപ്പോൾ ഈ ഹിന്ദു മതത്തിൽ നിന്ന് വേറിട്ട ഒരു സത്വമാണ് ഉള്ളത് എന്നുള്ള വാദം ഇന്ത്യയിൽ പരക്കെ മഹാഭൂരിപക്ഷം വരുന്ന ദളിതുകളും നിരാകരിച്ചിട്ടുള്ളതാണ്. അവർ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. എന്നാൽ അവരെ സാമൂഹികമായും മറ്റ് ജാതികൾക്കൊപ്പം കൊണ്ടുവരാനുള്ള പ്രവർത്തനം വിവിധ ഹിന്ദു സംഘടനകൾ നടത്തുന്നുണ്ട്. ഏറ്റവും വലിയ സംഭാവന ആ മേഖലയിൽ നടത്തുന്ന RSS തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ ആ തന്ത്രവിദ്യ പഠിപ്പിക്കാൻ RSSൻ്റെ മേൽനോട്ടത്തിൽ ഒരു കേന്ദ്രമുണ്ട്. ദളിതരെ ഉൾപ്പെടെ താന്ത്രിക വിദ്യ പഠിപ്പിച്ചിട്ട് ദളിതരും മറ്റ് പിന്നോക്കക്കാരും ഈഴവരും ദളിതരും അടക്കമുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ ആരാധന നടത്തുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയാണ് RSS എന്നുള്ള വാദം പൊളിക്കുന്ന അവിടെയാണ്. ക്ഷേത്രത്തിലെ പൂജാരികളെ ആക്കി മാറ്റാൻ പോലും കേരളത്തിൽ നമ്മുടെ മുന്നിൽ തന്നെ തന്ത്രവിദ്യ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വരെ കേരളത്തിലുണ്ട്. വടക്കേ ഇന്ത്യയിലും ഈ പറയുന്ന ഒരു വിഭജനം, ഹിന്ദുക്കളിൽ നിന്ന് വേറിട്ട ഒരു എൻറ്റിറ്റിയാണ് മുസ്ലിമുകൾ എന്നുള്ള ഒരു പ്രചാരണം വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ട്. അപ്പോൾ UPയിലൊക്കെ അത് വലിയ പ്രബലമാണ്. മുലായം സിംഗ് യാദവും അടക്കമുള്ള ആളുകളൊക്കെ ഇത് കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ജയ് ഭീം ജയ് മീം എന്നുള്ള മുദ്രാവാക്യമായി ഒവൈസി വരുന്നത്. അപ്പോൾ ഒവൈസിക്ക് ആ മുദ്രാവാക്യം വിളിക്കുന്നതിന് തെറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോവുക. അതിനപ്പുറത്ത് ആ വേദി ഒരു പ്രൊപ്പഗാൻഡയുടെ പ്ലാറ്റ്ഫോം ആക്കുന്നത് ശരിയല്ല. BJPക്കാർ ചെയ്താലും കോൺഗ്രസ് ചെയ്താലും ഒവൈസി ചെയ്താലും തെറ്റാണ്. പക്ഷേ ഇവിടെ അപകടകരമായ ഒരു കാര്യമുണ്ട്. അതായത് ഒവൈസി ജയ് തെലങ്കാന എന്ന് പറയാം, അതുപോലും പറയാൻ പാടില്ല, പറയാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ. പക്ഷേ ഇനി പറയുമ്പോൾ ജയ് തെലങ്കാന അത് ഹൈദരാബാദിൽ നിന്ന് ജയിച്ചതാണ്. നമുക്കറിയാമല്ലോ, മാധവീലത എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെയാണ് അവരൊരു ആശുപത്രിയൊക്കെ നടത്തുന്ന ഹൈദരാബാദിലെ ശ്രദ്ധേയായ ഒരു വനിതയാണ്. അവർക്കെതിരെ ഒരു തരത്തിലും ഒവൈസിയോട് ജയിക്കാൻ പറ്റില്ല എന്നറിയാമായിരുന്നിട്ട് പോലും അതിശക്തമായ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമാണ് മാധവീലത അവിടെ കാഴ്ചവെച്ചത്. എനിവേ നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഹൈദരാബാദിൽ നിന്ന് ജനിച്ച ഒവൈസിക്ക് തെലങ്കാന ജയിക്കട്ടെ എന്ന് പറയാം. പക്ഷേ ആ കൂട്ടത്തിൽ അത് മറ്റൊന്ന് പറഞ്ഞു, ജയ് പാലസ്തീൻ. അത് നോക്കൂ, നമ്മുടെ പാർലമെൻറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാര സഭയാണ്. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യം ജയിക്കട്ടെ എന്ന് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞില്ല പുള്ളി, പകരം പറഞ്ഞ് ജയ് പലസ്തീൻ എന്നാണ്. അത് നിയമപ്രകാരം ശരിയാണോ എന്നതാണ് തർക്കം. ഒരു തർക്കം ഇപ്പോൾ ഉണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 102 അനുച്ഛേദം 102D പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരാൾക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരത്വം ഇല്ലെങ്കിൽ അദ്ദേഹം പൗരത്വം ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യപ്രകാരം ഒരു അന്യദേശത്തോട് അദ്ദേഹത്തിൻ്റെ കൂറ് പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിൻ്റെ പൗരത്വം തന്നെ ഇല്ലാതാവും, നിയമസഭയിലെ പാർലമെൻറ്റിലെ അംഗത്വം ഇല്ലാതാവും. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഒരു പാർലമെൻറ്റേറിയൻ MP ആയ ഒരാൾ ആർട്ടിക്കിൾ 102D പ്രകാരം അദ്ദേഹം ഒന്നുകിൽ ഇന്ത്യൻ പൗരത്വം സ്വമേധയാ ഉപേക്ഷിച്ചു,
അല്ലെങ്കിൽ വേറൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചു, അപ്പോൾ നമ്മുടെ പൗരത്വം പോരും. നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല, രണ്ട് രാജ്യത്തെ പൗരത്വം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പുതിയൊരു പൗരത്വം സിറ്റിസൺഷിപ്പ് നമ്മൾ അക്വയർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ പൗരത്വം ഇല്ലാണ്ടാവും. അവരുടെ പൗരത്വം നഷ്ടപ്പെടും. ഒരിടത്തെ അല്ല, ഇന്ത്യയിൽ നഷ്ടപ്പെടും. ഇന്ത്യൻ പൗരം പോയി കാനഡ സിറ്റിസൺഷിപ്പ് എടുത്താൽ ഇന്ത്യൻ പൗരത്വം പോയി, പിന്നെ കാനഡക്കാരനായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ നമ്മൾ പൗരത്വം ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാൽ അയാളുടെ MLA അല്ലെ MP സ്ഥാനം പോകും. അതിൻ്റെ കൂടെ ഓർ അണ്ടർ എനി അക്നോളജ്മെൻറ്റ് ഓഫ് അഡ്ഹിയർ ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വിദേശ രാജ്യത്തോട് ലോയൽറ്റി പ്രഖ്യാപിച്ചാലും പൗരത്വം അംഗത്വം, പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ജയ് ഫലസ്തീൻ എന്ന് ഒവൈസി പറഞ്ഞത് മറ്റൊരു രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിക്കലാണ്. നമ്മുടെ പാർലമെൻറ്റിൽ പറഞ്ഞ എവിടെയാണ് നമ്മുടെ പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ജയ് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് പലസ്തീൻ എന്നുള്ള രാജ്യത്തിനോട് അദ്ദേഹത്തിൻ്റെ പ്രകടമാക്കുന്ന നടപടിയാണ്. ഇതാണ് ആർട്ടിക്കിൾ 102D. ഇത് പ്രകാരം സ്ട്രിക്റ്റ് സെൻസിൽ ഇതെടുത്താൽ ഒവൈസിയുടെ അംഗത്വം റദ്ദാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇതിന് ഒരു പരാതി ഉണ്ടാവണം. പരാതിയായിട്ട് ആരും നിലവിൽ പാർലമെൻറ്റിൽ അംഗങ്ങളും ആരും വന്നിട്ടില്ല. പക്ഷേ ഒരു പരാതിക്കാരൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു ശങ്കർ എന്നാണ്. വിഷ്ണു ശങ്കർ നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു സീനിയർ ലോയറാണ്. അദ്ദേഹം ആർട്ടിക്കിൾ 102, 103 അനുച്ഛേദങ്ങൾ 102, 103 ചൂണ്ടിക്കാട്ടി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങളും, പ്രസംഗമല്ല സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമുള്ള ഈ മുദ്രാവാക്യം വിളിയിൽ ഒരു വിദേശ രാജ്യത്തിനോടുള്ള ലോയൽറ്റി പ്രകടമാക്കുന്ന തരത്തിൽ ഒവൈസി സംസാരിച്ചത് ഈ രണ്ട് ഭരണഘടനാ വകുപ്പുകൾക്കും 102നും 103നും എതിരാണെന്ന് കണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഇന്ന് പരാതി കൊടുത്തു. അപ്പോൾ ഒരു പുതിയ ലീഗൽ ഡിസ്പ്യൂട്ട് വരിക. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുമ്പാകെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട പരാതികൾ വന്നിട്ടുണ്ട്. ഒന്ന് മറ്റൊരു ഡൽഹിയിലെ അഭിഭാഷകനായ വിദോർ ആനന്ദ് കൊടുത്ത പരാതിയാണ്. നമ്മൾ പലതവണ പറഞ്ഞു, വിദോർ ആനന്ദ് കൊടുത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ മെയ് 2 ഇറക്കിയ ഒരു കത്ത് വരെ കാണിച്ചു. തെരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിക്കാൻ വാഗ്ദാനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഒക്കെ കൊടുക്കുന്നതായി ചില പാർട്ടികൾ ശ്രമിക്കുന്നതായി ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്ന് കാണിച്ച ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാരവാഹികൾക്ക്, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തുടങ്ങിയ ആളുകൾക്ക് അയച്ച കത്ത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അതെ, ആ കോപ്പി വെച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സ്ഥാനാർത്ഥികളും 1 ലക്ഷം രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ബോണ്ട് എഴുതി കൊടുത്ത് ആളുകളെ കബളിപ്പിച്ചു വോട്ട് നേടിയത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 123-ാം വകുപ്പ് പ്രകാരം ബ്രൈബാണ്, കൈക്കൂലിയാണ്. അതുകൊണ്ട് നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിന് വിദോർ ആനന്ദ് എന്ന അഭിഭാഷകൻ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് രണ്ടാമത്തെ പരാതി. വിഷ്ണു ശങ്കർ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്. സീനിയർ അഭിഭാഷകൻ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയൊക്കെ അറിയാം. അദ്ദേഹം കൃത്യമായി ഇത് വെച്ചിട്ട് രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുക. രാഷ്ട്രപതി ഈ രണ്ട് വിഷയങ്ങളിൽ എടുക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറും. കാരണം ഓട്ടോമാറ്റിക്കലി രാഷ്ട്രപതിക്ക് ആ അപേക്ഷ സ്വീകരിക്കുകയോ തള്ളുകയോ ഫർദർ ആക്ഷന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതായാലും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു പരമാധികാര രാജ്യമാണ്, സോവറൻ റിപ്പബ്ലിക്കാണ്. നമ്മുടെ രാജ്യമാണ് പ്രധാനം. നമ്മുടെ നിയമസഭ അല്ലെങ്കിൽ ലോകസഭ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന വേദിയാണ്. അവിടെ ഒരംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു വന്ദേമാതരമോ അല്ലെങ്കിൽ ജയ് ഹിന്ദോ പോലും പറയാൻ തയ്യാറാവാതെ ജയ് പാലസ്തീൻ എന്ന് പറയുന്നത് തികഞ്ഞ വർഗീയതയാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സിസ്റ്റത്തെയും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ കുറച്ചായിട്ട് പാർലമെൻറ്റിൽ നടക്കുന്ന ഇത്തരം അധാർമികമായ കാര്യങ്ങളാണ്. അപ്പോൾ നോക്കൂ, ഇന്നലെയൊക്കെ ജനുവരി 25-ാം തീയതി രാത്രി 11:45 അടിയന്തരാവസ്ഥ 1975 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു യാദൃശ്ചികത എന്നോണം ആ ജനുവരി 25-നാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സെഷൻ ചേർന്ന് MP മാരുടെ ജൂൺ 25 സത്യപ്രതിജ്ഞ ആരംഭിച്ചത്.
സത്യപ്രതിജ്ഞ ആരംഭിച്ചപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഭരണഘടനയുടെ കോപ്പി ഉയർത്തിപ്പിടിച്ച് ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചു എന്നല്ല, പ്രകടനം നടത്തി. ചില പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു. ഈ പൊക്കി കാണിച്ചുകൊണ്ട് അവർ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്നത്, ഭരണഘടനാ വ്യവസ്ഥകളെ ദുരുപയോഗം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്, BJP സർക്കാരാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവർ ഓർത്തില്ല ഇന്നലെ അടിയന്തരാവസ്ഥയുടെ 49ാം വാർഷികമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 49 വർഷങ്ങൾ കടന്നുപോയി. 50ാമത്തെ വർഷത്തിലേക്കാണ്. ഇന്ന് സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു. ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ അദ്ദേഹം ചെയ്ത ആദ്യ നടപടി സത്യത്തിൽ കോൺഗ്രസ്സുകാരെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. അദ്ദേഹം എണീറ്റ് എന്ന് പറഞ്ഞു, ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയെന്ന കിരാതവാഴ്ച, ഭരണഘടനയെ ഉറപ്പു നൽകുന്ന പൗര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഇന്ദിര നടത്തിയ ജനാധിപത്യ ദംശനത്തിൻ്റെ 49ാമത് വാർഷികമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ്സുകാർക്ക് രാഹുൽ ഗാന്ധിക്ക് എന്ത് പറയാൻ പറ്റും? അതുകൂടാതെ അവരെ അസ്തപ്രജ്ഞരാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ 2 മിനിറ്റ് മൗനം ആചരിക്കണം. ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ എത്ര വലിയ തിരിച്ചടിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയില്ല. വെറുതെ ഭരണഘടനയൊക്കെ പൊക്കി പിടിച്ച് കുറേ പ്രകസനം കാണിച്ചു. ഒടുവിൽ സ്പീക്കറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടി, അങ്ങോട്ട് കൊടുത്തു വാങ്ങിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ബഹളം വെച്ചു, ഒരു പ്രതിഷേധിച്ചു. എന്തിനു പ്രതിഷേധിച്ചു? ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭരണഘടനാ അട്ടിമറി, ജനാധിപത്യ ധ്വംസം, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പോലും ധ്വംസിക്കുന്ന ഒരു ഭരണ കിരാതവാഴ്ച 21 മാസം നമ്മുടെ രാജ്യത്ത് നടന്നു. 100 കണക്കിന് ആളുകളാണ് ജയിലിൽ പോയത്. 100 കണക്കിന്, 1000 ആളുകൾ, ക്രൂരമായി 100 ആളുകൾ ഭീകര മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ പോലും രാജനെയൊക്കെ ഉരുട്ടിക്കൊന്ന് നമുക്കറിയാം. അപ്പം വലിയ കിരാതമായ പോലീസ് വാഴ്ച, ഭരണകൂടത്തിൻ്റെ തേർവാഴ്ച ഉണ്ടായ കാലമാണ് അടിയന്തരാവസ്ഥ കാലം. ഈ അടിയന്തരാവസ്ഥയേക്കാൾ വലിയ തോതിൽ ഇന്ത്യൻ ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭരണഘടന സംരക്ഷിക്കണം, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചവരുടെ മുന്നിലാണ് ഏറ്റവും വലിയ ഭരണഘടനാ പദവികളുടെ അധികാരത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ സ്പീക്കർ നടത്തിയപ്പോൾ അതിനെതിരെ കൂവി വിളിച്ച് പ്രതിഷേധിക്കുന്നു. എന്താണ് രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യ ബോധം? നമ്മൾ ആലോചിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ വലിയ മോക്കറികൾ നടക്കുകയാണ്. അപ്പം ഈ പുതിയ പാർലമെൻറ്റിലെ ആദ്യത്തെ സെഷൻ മുതൽ നടക്കുന്നത് എല്ലാ ജനാധിപത്യ ക്രമത്തെയും സങ്കല്പങ്ങളെയും അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒവൈസിയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറിയ ശബ്ദം ഉയർത്താൻ പോലും, പാലസ്തീന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഒരു ചെറു ശബ്ദം ഉയർത്താൻ പോലും ആർക്ക് കഴിയുന്നില്ല? കോൺഗ്രസ്സിന് കഴിയുന്നില്ല. അതേസമയം അതിൽ വാശി തോന്നിയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്ഗേ വാർ ഉൾപ്പെടെ സിന്ദാബാദ് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹിന്ദു രാഷ്ട്ര എന്ന് വിളിച്ചപ്പോൾ എന്തുപറ്റി? ചില ആളുകൾ അതിനും പ്രതിഷേധിച്ചു. ആര് പ്രതിഷേധിച്ചു? കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കാർ. അപ്പോൾ പലസ്തീൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ അത് കുഴപ്പമാണ്, അതിനെ കൈയടിച്ച് സ്വീകരിക്കും. ഹിന്ദു രാഷ്ട്ര എന്ന് പറഞ്ഞാൽ അതിനെതിരെ കോൺഗ്രസ് അല്ലെങ്കിൽ സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു രാജ്യത്തോട് കൂറ് പുലർത്തുന്നു തെറ്റല്ലേ? ജനപ്രതിനിധിയാണ് കാണിക്കുന്നത് അല്ലേ? ജനപ്രതിനിധി എന്ന് മാത്രമല്ല, നമ്മുടെ ജനപ്രതിനിധി ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ വിശുദ്ധമായ ചടങ്ങിൽ വെച്ചിട്ടാണ് ജയ് ഹിന്ദ് പോലും, ജയ് ഹിന്ദ് കൂടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ ഇന്ത്യയോട് ഒരു കൂറുമില്ല. എൻ്റെ കൂറ് എന്നെ ജയിപ്പിച്ച തെലങ്കാനയോടുണ്ട്. തെലങ്കാന വേറെ രാജ്യമാണോ? പണ്ടൊക്കെ ഇവരൊക്കെയാണ് കട്ടിംഗ് സൗത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ കട്ടിംഗ് സൗത്ത് നടക്കത്തില്ല. സൗത്തിൽ BJP ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഗണ്യമായ ശേഷിയുള്ള പാർട്ടിയായി മാറിക്കഴിഞ്ഞു. ആന്ധ്രയിൽ ഭരണത്തിൽ വന്നു, കേരളത്തിൽ സീറ്റ് കിട്ടി, തമിഴ്നാട്ടിൽ വോട്ട് വീതം വർദ്ധിപ്പിച്ചു. അങ്ങനെ പ്രബലമായി നിൽക്കുമ്പോൾ ഇനി കട്ടിംഗ് സൗത്ത് ഒന്നും പറ്റത്തില്ല. എന്നാലും തെലങ്കാനയ്ക്ക് സിന്ദാബാദ്, ജയ് ഹിന്ദ് എന്ന് പറയാതെ ജയ് പലസ്തീൻ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിക്കുകയാണ്. എന്നാൽ ഭരണഘടന സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ 102, 103 അനുച്ഛേദങ്ങൾ പ്രകാരം തെറ്റായ നടപടിയായ പലസ്തീൻ അനുകൂല മുദ്രാവാക്യത്തെക്കുറിച്ച് കാമാന്ന് മിണ്ടാൻ ധൈര്യമില്ല. അല്ലെങ്കിൽ അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത നമുക്ക് പങ്കുവെക്കാനുള്ള. ഒവൈസിയുടെ എന്തായാലും വിവാദമാകില്ല. ഇനി വിവാദമാകുമോ? ആര് വിവാദമാക്കും? ഇതൊന്നും ആരും പറയത്തില്ലല്ലോ. എനിക്ക് നാളത്തെ ഏതെങ്കിലും പത്രത്തിൽ വിഷ്ണു ശങ്കർ രാഷ്ട്രപതിക്ക് ആർട്ടിക്കിൾ 102, 103 പ്രകാരം ഒവൈസിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്ത വാർത്ത നാളെ ഏതെങ്കിലും പത്രത്തിൽ, നാളെയല്ല ചാനലുകളിൽ നിന്ന് കാണിക്കാമല്ലോ, അതെ, കൊടുക്കുമോ? എനിക്ക് സംശയമാണ്. അപ്പം നമ്മൾ വേണം ഇതൊക്കെ പറയാൻ. ഏതായാലും നമ്മളിതും പറയുന്നു. ഇതൊക്കെ വലിയ വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വലിയ വാർത്തയാണ്. കാരണം നമ്മുടെ രാജ്യത്ത്
ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഭരണഘടന പറയുന്നത്. ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ തന്നെ ഈ ഭരണഘടനാ വ്യവസ്ഥകളെയൊക്കെ അട്ടിമറിച്ച് നടത്തുന്ന കോപ്രായങ്ങളാണ് പാർലമെൻറ്റിൽ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.